ഓം ശാന്തി. പലപ്പോഴും കയ്യിൽ എത്ര പൈസ വന്നാലും അതുകൊണ്ട് എവിടെയും എത്തുന്നില്ല എന്നതായിരിക്കുന്ന സങ്കടമുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. എത്ര പൈസ വന്നിട്ട് എന്താ കാര്യം? ആ പൈസയെല്ലാം വരുന്നതാകെ 100 രൂപയാണെങ്കിൽ ചിലവാകുന്നത് 150 രൂപയായിരിക്കും. ഒരു 10,000 രൂപ മാസം ഇൻകം ഉണ്ടെങ്കിൽ 12,000 രൂപയുടെ ബില്ലായിരിക്കും. ബില്ലും പലചരക്കും സാധനമൊക്കെ വാങ്ങുമ്പോൾ എവിടെ എത്തുന്നില്ല. ഇങ്ങനെ കയ്യിൽ പൈസ വരുമ്പോൾ ഓരോ പൈസയും ചിലവഴിക്കേണ്ടി വരുമ്പോൾ വിഷമിക്കുന്ന ആൾക്കാരെ ഞാൻ കുറേ കാണാറുണ്ട്. ലാഭിക്കാം, വിഷമിക്കരുത്. പലപ്പോഴും ഞാനും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ആശ്രമത്തിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ 1/2 കിലോ പച്ചക്കറിയാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഇപ്പം നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള പ്രസാദം ഉണ്ടാക്കുന്ന ദിവസം അതിനുവേണ്ടി എല്ലാ പച്ചക്കറിയും കുറച്ച് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാത്തിനും ഓരോ പിടി മാറ്റി വെച്ചിട്ട് ചെറിയ ബോക്സുകളാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പക്ഷേ 4-5 ദിവസത്തെ നമ്മുടെ നോർമൽ റൂട്ടീനിലേക്ക് ആ പച്ചക്കറിയെ മതിയാവും. അതേസമയം അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ അതൊന്ന് ചിലവായി പോവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാം, മാനേജ് ചെയ്യാം. പക്ഷേ പൈസ സാധനം വാങ്ങാൻ വേണ്ടിക്കൊണ്ട് ഒരു പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ അയ്യോ കഴിഞ്ഞു എന്ന ഒരു വിഷമത്തോടു കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പൈസ ചിലവഴിക്കുന്നതെങ്കിൽ, ഞാൻ അന്നും പറഞ്ഞ് മുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ധനം സമ്പാദിക്കുന്നത് മനസ്സിൻ്റെ കളിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്ന പൈസ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണോ, അത് നിങ്ങളുടെ മനസ്സിൻ്റെ കളിയാണ്. മനസ്സുകൊണ്ട് ഒരു പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ആ പച്ചക്കറി കടക്കാരൻ്റെ അടുത്ത് 10 രൂപ പറഞ്ഞ സാധനം ഇത് 9 രൂപയ്ക്ക് തരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ദരിദ്രനാണ്. ഞാൻ അനുഭവിക്കാറുണ്ട്. കൊച്ചു ലോകത്തൊക്കെ നമുക്ക് ഫ്രീഡം അനുഭവിച്ചുകൂടെ? പച്ചക്കറി വാങ്ങാൻ പോകുന്നു, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ എടുക്കുന്നു, പൈസ എത്രയാൻ ചോദിക്കുന്നു. ആ പൈസയിൽ ഒരു 10 രൂപ കൂടുതൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറേ ഉള്ളൂ. ചില ആളുകൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിരിക്കട്ടെ സിസ്റ്റർ തിരിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തരാറുണ്ട്. അത് ഞാൻ സ്വീകരിക്കാറുണ്ട്. കാരണം അവരുടെ ഹാപ്പിനെസ്സിൻ്റെ ഗിഫ്റ്റാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ലാഭം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നതായിരിക്കാം തിരിച്ചു വരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൻ്റെ വർക്കത്ത് കൊണ്ട്, അങ്ങനെ നമ്മൾ പറയാലോ, ചില സ്ഥലത്തു നിന്നൊരു സാധനം നമ്മൾ വാങ്ങിച്ചാൽ അധികം വൈകാതെ ആ സാധനം മുഴുവൻ വിറ്റഴിഞ്ഞുകൊണ്ട് അവർക്ക് നല്ല ലാഭം ഉണ്ടാവുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കുറച്ചായിട്ട് തന്നിട്ടുണ്ടാവും. ആ വർക്കത്ത് എന്തിൻ്റെ ആധാരത്തിലാണ് വരിക എന്നറിയോ? മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ആ പൈസയുടെ ആധാരത്തിൽ. അതുകൊണ്ട് ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണോ, ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്ത് 2 രൂപ കുറവുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ബായി അത് തരണ്ട, വെച്ചേക്കും എന്ന് ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ 5 രൂപയൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. 5 രൂപയ്ക്ക് വിലയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. 5 രൂപ അമൂല്യമായിരിക്കുന്നൊരു സമ്പത്ത് തന്നെയാണ്. പക്ഷേ ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ട ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ആ കാര്യം അങ്ങനെ കൊടുക്കാറുണ്ട്. മനസ്സുകൊണ്ടാണ് സമ്പന്നത നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾ ഒരു നേരം ചോറ് കഴിച്ചിട്ടുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. മനസ്സുകൊണ്ട് സമ്പന്നമാണോ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നേരത്തെ ചോറ് പോലും നല്ല ആരോഗ്യം തരും. അതേസമയം മനസ്സുകൊണ്ട് സമ്പന്നല്ല എങ്കിൽ എല്ലാ നേരത്തും 4-5 വെറൈറ്റി ആഹാരം കൂട്ടി കഴിച്ചാലും നിങ്ങൾക്ക് സംതൃപ്തി കിട്ടാനും പോകുന്നില്ല. പിന്നെയും നിങ്ങൾ കഴിക്കണം തോന്നും, അല്ലെങ്കിൽ കിട്ടിയത് പോരാൻ തോന്നും, ഇറിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും, മൂഡ് ഓഫ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സന്തോഷത്തിൻ്റെയും സമ്പന്നതയുടെയും ആധാരം പുറത്തെ സാധനങ്ങളുടെ ആധാരത്തിലല്ല, നമ്മുടെ മനസ്സിലെ സാധനയുടെ ആധാരത്തിലാണ്. ബ്രഹ്മബാബി മക്കളും ഈ യജ്ഞത്തിൻ്റെ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ബാബ യജ്ഞത്തിനുള്ളിൽ, നമ്മുടെ ഭണ്ഡാരത്തിനുള്ളിൽ പൈസ ഇല്ലാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാബ മക്കളോട് പറയായിരുന്നു, മക്കളെ നമുക്കിന്ന് കാട്ടിൽ പോയിട്ട് പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഇന്ന് മെഡിറ്റേഷൻ ചെയ്താലോ എന്ന് ചോദിക്കും. കുട്ടികൾ സന്തോഷത്തോടു കൂടി ബാബയ്ക്കൊപ്പം അവർ ആനന്ദിച്ചുകൊണ്ട് മല കയറാൻ വേണ്ടി പോകും. ട്രക്കിങ്ങിന് പോകുമ്പോൾ വയറ് നിറച്ച് കഴിച്ചു പോയാലേ നടക്കൂ എന്ന് ചിന്തിച്ചില്ല ആരും. ബാബയ്ക്കൊപ്പം പോയി കൊടുത്ത കൊച്ചു പഴങ്ങൾ കഴിച്ചുകൊണ്ട് അവരുടെ ഹൃദയവും മനസ്സും നിറഞ്ഞു. അതുകൊണ്ട് ആ പഴങ്ങൾ പോലും അവരുടെ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്തു. ബാബയ്ക്കൊപ്പം ജീവിച്ച ദാദിമാരൊക്കെ തന്നെ 90-100 ആയിട്ട് ദേഹം വിട്ടിട്ടുള്ളൂ. ആ ഒരു നല്ല ആരോഗ്യവും സമ്പത്തിൻ്റെ ആധാരം മനസ്സിൻ്റെ നിറവിൽ നിന്നാണ്, മനസ്സിൻ്റെ ശക്തിയിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് ഒരിത്തിരി സാധനം പോലും ഇതെനിക്കുണ്ട് എന്നുള്ളതായിട്ടുള്ള സന്തോഷത്തോടെ കഴിക്കുമെങ്കിൽ ആ ആഹാരം അമൃതമാണ്. അമൃത പോലും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഫലിക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന പൈസ കൊണ്ട് എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്, അല്ലാതെ ധനമല്ല.
അതുകൊണ്ട് ഈ ധനം എപ്പോഴാണോ നിങ്ങൾ ദരിദ്ര മനസ്സോട് കൂടിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ആ പൈസ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അതേസമയം പൈസ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ 1000 മടങ്ങായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ളതായിട്ട് ഒരു ചെറിയ വിദ്യയുണ്ട്. ഞാൻ പലപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഒരു 4000 ചില്ലാനം രൂപയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് ഞാൻ അവിടെ പോയി അത് കാര്യം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആർക്കോ ടച്ചായി, സിസ്റ്റർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഈശ്വരീയ സേവനത്തിന് വേണ്ടി കൊടുക്കണമെന്ന്. ഏതോ നാട്ടിലൊരാൾ മെസ്സേജ് അയച്ചു, സിസ്റ്ററെ ഞാൻ ഈശ്വരീയ സേവനത്തിന് വേണ്ടി കൊണ്ടൊരു ചെറിയ പൈസ ഡൊണേഷനായിട്ട് അയക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ആളുകൾ ഈ രീതിയിൽ നല്ലൊരു കാര്യമാണ്, അതിൽ നിന്ന് എൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡൊണേഷൻ ഇരിക്കട്ടെ, സിസ്റ്റർ ഇത്ര വീഡിയോ ചെയ്യണ്ടേ, ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി പൈസ ചിലവഴിക്കില്ലേ, ചെറിയൊരു ഡൊണേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എത്ര പേര് ഇത്തരം സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നറിയോ. പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പൈസ കൂടുതൽ കിട്ടി അവരുടെ കയ്യിൽ, അപ്പോൾ നോക്ക് ഈശ്വരൻ്റെ കാര്യത്തിന് വേണ്ടി, ബാബയ്ക്ക് വേണ്ടി, ഭഗവാന്റെ വീട്ടിൽ വേണ്ടി ഈ ഒരു കാര്യം ഞാൻ തരണം എന്ന് ആഗ്രഹിച്ചിട്ട് തരാറുണ്ട്. പലപ്പോഴും ഒരു പൈസ ചെലവഴിക്കേണ്ടതായിട്ട് വന്നിട്ട് സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടി ആ പൈസ ചെലവഴിച്ചിട്ട് അവർക്ക് സ്നേഹത്തോടെ കൊടുത്തിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഈ വിദ്യ പ്രയോഗിച്ച് കൊടുക്കുകയും അത് സെൻറ്ററിൽ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു വരാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണമെന്നൊന്നും കണ്ടീഷൻ പറയാറില്ല. പക്ഷേ എൻ്റെ അനുഭവം അതൊരിക്കലും തിരിച്ചു വരാതിരിക്കാറില്ല, പല മടങ്ങായിട്ട് എപ്പോഴും വരാറുണ്ട്. ഒരിക്കലും ഒരു ഇല്ലായ്മയുടെ അവസ്ഥ അനുഭവിക്കാറേയില്ല. എല്ലാ സമയത്തും ആ നിറവിൻ്റെ അനുഭവത്തോടെ ജീവിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇന്ന് ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10 രൂപ ആയിക്കോട്ടെ, 20 രൂപ ആയിക്കോട്ടെ, അഥവാ 2000 ആയിക്കോട്ടെ, ഒരു 8 പൈസ ആയിക്കോട്ടെ, ഏത് പൈസ ആയിക്കോട്ടെ, പൈസ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആ പൈസയുടെ 2 നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. 500 നോട്ടാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിന് നമ്മുടെ വശത്തേക്ക് മടക്കിക്കൊണ്ട് ഹൃദയം കൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ആ പൈസേനെ നോട്ടിനെ ടച്ച് ചെയ്തിട്ട്, ഈ നോട്ട് 10/10 ആണെങ്കിൽ 10 10/10, 20 ആണെങ്കിൽ 20x20, ഏതാണോ നിങ്ങൾ കൊടുക്കുന്ന ചിലവഴിക്കുന്ന എമൗണ്ട്, അഥവാ നിങ്ങൾ ആ 20ൻ്റെ ഒരു 2000 നോട്ടിൻ്റെ കെട്ടിറക്കുന്നെങ്കിൽ ആ എമൗണ്ട് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് അതിനെ നോക്കിയിട്ട് ആ പൈസേനെ കൈകൊണ്ട് നിങ്ങളുടെ വശത്തേക്ക് മടക്കണം. ഇങ്ങോട്ട് വരണം എന്ന് പറയലാണത്. നമ്മുടെ വശത്തേക്ക് അതിനെ മടക്കിയിട്ട് കൈകൊണ്ട് പിടിച്ചുകൊണ്ട്, വലത്തേ കൈകൊണ്ട് പിടിച്ചിട്ട് സങ്കല്പിക്കുക, ഇത് 1000 മടങ്ങായിട്ട് വളരെ വേഗം എൻ്റെ അടുത്തേക്ക് വരണം, നീ പോകുന്നിടത്തൊക്കെ സന്തോഷം കൊടുക്കണം, എല്ലാവർക്കും സമൃദ്ധി കൊടുക്കണം, എന്നിട്ട് വേഗം എൻ്റെ അടുത്ത് വരണട്ടോ എന്ന് സങ്കല്പിച്ചിട്ട് ആ പൈസേനെ അവർക്ക് കൊടുക്കുക. ആർക്ക് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ. ഈ സങ്കല്പം പറയുമ്പോൾ വിചാരിക്കുക അങ്ങനെ കൊടുത്താൽ ആ പൈസ വേഗം തിരിച്ചു വരുന്നതാണോ? ഒരു കാര്യം മനസ്സിലാക്കുക, ധനം എന്നത് ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ തീർച്ചയായും സ്വീകരിക്കും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്രേഷൻസിനെ സ്വീകരിക്കുന്ന സാധനമാണ്. നിങ്ങളും മണിയും തമ്മിലുള്ളതായിരിക്കുന്ന റിലേഷൻ ബെസ്റ്റാക്കി മാറ്റണം. ഒരു പൈസ കൊടുക്കുമ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നീ ആകെ ഇത്രയേ ഉള്ളൂ, നീ നിൻ്റെ വഴിക്ക് പോ എന്ന് പറഞ്ഞതിന് തുല്യമായി മാറും. അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോൾ സങ്കടപ്പെട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ പൈസയും നിങ്ങളും തമ്മിൽ റിലേഷൻ സങ്കടത്തിൻ്റെ റിലേഷനാവും. സങ്കടത്തിലേക്ക് വരാൻ ആർക്കും ഇഷ്ടമല്ല, സന്തോഷത്തിലേക്ക് വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് 1 രൂപ കൊടുക്കുകയാണെങ്കിലും നീ നോക്ക്, പോകുന്നിടത്തൊക്കെ സുഖം കൊടുത്തിട്ട് പല മടങ്ങായിട്ട് വേഗം എൻ്റെ അടുത്ത് വരണം കേട്ടോ എന്ന് സങ്കല്പിച്ച് നിങ്ങൾ കൊടുത്തു നോക്ക്, ആ ധനം പല മടങ്ങായിക്കൊണ്ട് നിങ്ങളടുത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. ആദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും പൈസയും നിങ്ങളും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും, സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര നന്നായിക്കൊണ്ടിരിക്കുന്ന റിലേഷൻ അത്രയും വേഗം അത് നിങ്ങളുടെ അടുത്തേക്ക് പല മടങ്ങായി തിരിച്ചു വരും. അതുകൊണ്ട് ചെറിയൊരു ടെക്നിക്കാണ്, അത് ചെയ്തു നോക്കുക. നിങ്ങൾ മനസ്സിൻ്റെ നിറവാണ് എല്ലാത്തിൻ്റെയും നിറവ്. ഭഗവാന്റെ കൂടെ നമ്മൾ ഭഗവാനെ കൂട്ടാക്കാൻ പഠിച്ചാൽ മനസ്സിൻ്റെ നിറവ് എപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കും. മനസ്സ് പോസിറ്റീവാണോ, നിറവോടുകൂടി ചെയ്യുന്നു, വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിറവുകളും വന്നു ചേരും. അങ്ങനെ എല്ലാ സമൃദ്ധിയും ആകർഷിക്കാനും പല മടങ്ങായിക്കൊണ്ട് നിങ്ങൾക്ക് സമൃദ്ധി വന്നുകൊണ്ടേയിരിക്കാനും സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.